ശാലിനി, ഞാൻ കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. ഓണറേറിയം വർദ്ധിപ്പിക്കണം, വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകണം, കുടിശ്ശിക തീർക്കണം. ആരെ കൊണ്ട് സാധിക്കും ഇത്? സർ, ഇത് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണ് സർ. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്ധ്ര സർക്കാരും നമ്മുടെ തെലങ്കാന സർക്കാർ, നമ്മുടെ ആന്ധ്ര സർക്കാർ, അതുപോലെ തന്നെ കർണാടക സർക്കാർ, ഈ രണ്ട് ഗവൺമെന്റുകളും ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ സർക്കാരും പിരിഞ്ഞു പോകുന്ന ആശയ്ക്ക് 5 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണിത്. അതിനെ മറ്റാരെയും ഇതിന് വലിച്ചിഴക്കേണ്ട കാര്യമില്ല. NHM ഫണ്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു എങ്കിലും അത് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കേരള സർക്കാരിന് നിഷ്പക്ഷമായി ഇതിന് തീരുമാനമെടുക്കാം. ഇപ്പൊ അവര് സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞു ഒഴിയുന്നുവെങ്കിലും നമ്മളെ ഒരു കൂടിക്കാഴ്ചയ്ക്കെങ്കിലും വിളിക്കേണ്ട സാമാന്യ മര്യാദ ഒരു ഇടതുപക്ഷ സർക്കാർ കാണിക്കേണ്ടതാണ്. ഞങ്ങള് ഇവിടെ വന്ന് സമരം ചെയ്യുന്നവര് അടിപിടി നടത്തുന്നവരോ അക്രമം നടത്തുന്നവരൊന്നും അല്ല. ഈ സമൂഹത്തിന് വേണ്ടി നല്ല വഴികൾ കാട്ടിക്കൊടുക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. ഞങ്ങള് നല്ല മാർഗദർശികളാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ ഞങ്ങളെ ഇങ്ങനെ പാതയോരത്തിരുത്തിന്ന് 32 ദിവസമായി. ഇവരിത് ചെയ്യുന്നത് പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്. അതെങ്കിലും ഇവരൊന്ന് മനസ്സിലാക്കണ്ടേ. ഇവർ പറയുന്നുണ്ട് പല പാർട്ടി സമ്മേളനം നടത്തി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന്. അവരുടെ ആ ഉറപ്പ് അവർക്ക് ഇരുന്നോട്ടെ. പക്ഷെ ആരാണ് അടുത്ത് വരുന്നതെന്ന്, ആർക്കാണ് ഭരണം ഏൽപ്പിക്കുന്നതൊക്കെ നമ്മുടെ പൊതുജനമാണ് തീരുമാനിക്കുന്നത്. ഓരോ സർക്കാരിന്റെയും കഴിഞ്ഞ കാല പ്രവർത്തനങ്ങളെ വിലയിരുത്തിയാണ് ഓരോ ഇലക്ഷനിലും വിലയിരുത്തലുകൾ ഉണ്ടാകുന്നതും വിധിയെഴുത്തുണ്ടാകുന്നതും. എന്തായാലും സമൂഹത്തിന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന ജോലിക്കാരാണ് ഞങ്ങൾ ആശാ വർക്കേഴ്സ്. ഞങ്ങളുടെ നാടുകളിലുള്ള ഓരോ കുടുംബത്തിന്റെയും പൾസ് അറിയാവുന്നവരാണ് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളെ ഓരോ ദിവസവും ഇവിടെ ഇരുത്തി ബുദ്ധിമുട്ടിക്കും തോറും ഗവൺമെന്റിന് തന്നെയാണ് അത് വലിയ അപജയം ഉണ്ടാക്കുന്നത്. ഏത് വിധത്തിലാണെന്ന് അവർ തന്നെ ചിന്തിക്കട്ടെ. ഞങ്ങൾക്കിപ്പോ അത് പറഞ്ഞ് ആരെ ഭീഷണിപ്പെടുത്തുന്നുള്ള സ്വരമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. പക്ഷെ കാലം അത് തെളിയിക്കും, തീർച്ചയായും തെളിയിക്കും. പരാക്രമം കാണിക്കേണ്ടത് സ്ത്രീകളോടല്ല സർ. ഒരു വെയിലത്തും പെരുമഴയത്തും ഞങ്ങൾ എല്ലാം സഹിച്ചവരാണ്. കാരണം ഞങ്ങൾക്ക് പരാതിയില്ല, പരിഭവമില്ല. കാരണം മരണത്തെ പോലും ഞങ്ങൾ ഭയപ്പെടാതെയാണ് കോവിഡ് സമയത്തായാലും നിപ്പയുടെ സമയത്തായാലും ആശാ വർക്കേഴ്സ് പണിയെടുത്തിട്ടുള്ളത്. ആ കോവിഡ് കാലത്ത് ഈ റോഡിൽ ഇറങ്ങി നടക്കാൻ ആകെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന 2 വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ പോലീസും ഒന്ന് ആശാ വർക്കറും ആയിരുന്നു. കാരണം ഏത് വാതിലിൽ ചെന്നും തട്ടുവാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. രോഗികളായിരിക്കുന്നവരെ അവരെ ബന്ധുക്കൾ പോലും ഒഴിവാക്കിയ സമയത്ത് ഞങ്ങളാണ് അവർക്ക് ആശ്രയവും അഭയവുമായിരുന്നത്. ഞങ്ങളുടെ വീടുകളിൽ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തത്, ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി. പക്ഷെ ജനങ്ങൾക്ക് ആ നന്ദി ഞങ്ങളോടുണ്ട്. പക്ഷെ ഭരിക്കുന്ന സർക്കാർ അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇവരാരോടാണ് സാർ വാശി കാണിക്കുന്നത്? വെറും 232 രൂപയ്ക്ക് ദിവസക്കൂലിക്ക് വേതനം വാങ്ങുന്ന ആശമാരോടാണോ? അതും 4-5 മാസം കൂടുമ്പോൾ അവരുടെ മുമ്പിൽ വന്ന് സമരം വിളിക്കുമ്പോൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞങ്ങള് 10,000 ശമ്പളം പറ്റുന്നവരൊന്നും അല്ല സാർ. ഞങ്ങൾക്ക് 5 ശമ്പളമൊന്നും ഇല്ല. കേവലം ഈ 232 രൂപ കൊണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ ജീവിച്ചു പോകാൻ പറ്റുന്നില്ല. ഇവർ പലപ്പോഴും പല ചർച്ചകളിലും പറയുന്നത് 13,200 സാർ. അത് ഒരാഴ്ചയുടെ അക്കൗണ്ടിൽ ഒരു മാസം വരുന്ന തുക അല്ല സാർ. അത് കേന്ദ്ര ഇൻസെന്റീവും സംസ്ഥാന ഓണറേറിയും ആയിട്ടാണ് ആ തുക വരുന്നത്. ഒരു ഓണറേറിയം ഇവര് 7,000 രൂപ തന്നെ 10 ക്രൈറ്റീരിയകളുടെ അടിസ്ഥാനത്തിൽ ഇവർ വെട്ടിക്കുറയ്ക്കുമ്പോൾ ചിലപ്പോൾ 3,000-4,000 ഒരാഴ്ചയ്ക്ക് കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിരുന്ന വിവിധ തന്നെ ഇൻസെന്റീവുകളുണ്ട്. അതും ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ആ ജോലികളൊന്നും എല്ലാ മാസവും ഒരാഴ്ചയ്ക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോഴും അവരുടെ ഇൻസെന്റീവില് കുറവുണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് 21,000 രൂപ എന്ന മിനിമം വേജസ് ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾ പണി ചെയ്തു കൊള്ളാമെന്ന്. പണി ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയത്. അവർ പറയും മുമ്പുള്ള സർക്കാരുകൾ 1,000 രൂപയാണ് കൊടുത്തത്. സാർ, അന്ന് ഞങ്ങൾക്ക് 1-2 മണിക്കൂർ ഞങ്ങളുടെ ഇഷ്ടാനുസരണം പ്രവർത്തിച്ചാൽ മതി. ഇപ്പോഴങ്ങനെയല്ല, അടിച്ചേൽപ്പിക്കുന്ന ജോലികളാണ്. ഒരു ജോലി ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത് ഇങ്ങനെ ജോലി തന്നുകൊണ്ടേയിരിക്കും. എന്താ അടിമപ്പണി പോലെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സമരത്തിന് മുദ്രാവാക്യം എഴുതി വെച്ചിരിക്കുന്നത് ആശാ വർക്കർ അടിമയല്ലാന്ന്. അത്ര ബുദ്ധിമുട്ടുണ്ട് സാർ. അതേസമയം പുരുഷന്മാരാണ് ഈ ജോലി ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഇതുപോലെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരുന്നു? ഒരിക്കലും സാധിക്കില്ല. സ്ത്രീകൾ ഇടപെടുന്ന ഒരു മേഖലയാണിത്. സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമാണ്. കാരണം കുട്ടികളുടെ ആയാലും ഗർഭിണികളുടെ ആയാലും വയോധികരുടെ ആയാലും പാലിയേറ്റീവിന്റെ ആയാലും സമൂഹത്തിന്റെ സമസ്ത മേഖലയിലുള്ള ജനങ്ങളുമായിട്ട് ഇടപെടുന്നവരാണ് ഞങ്ങള്. ഇവർക്ക് എന്തെങ്കിലും ഒരു അടിസ്ഥാന വിവരം വേണമെന്നുണ്ടെങ്കിൽ അത് ആശാ വർക്കർ കൊടുത്താലേ പറ്റത്തുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ നിന്നായാലും എംബസിയിൽ നിന്നായാലും പോസ്റ്റ് ഓഫീസിൽ നിന്നായാലും ഏതൊരു വകുപ്പിൽ നിന്നായാലും അടിസ്ഥാന വിവരങ്ങൾ തേടി വരുന്നത് ആശയോടാണ് ചോദിക്കുന്നത്. ആ ആളെ അറിയാമോ? അറിയാം സാർ. ഞങ്ങളുടെ ഏരിയയിലുള്ള ആൾക്കാരെ
ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അവർ എവിടെയാണ് താമസിക്കുന്നത്, അവരാരാണ്, എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. അത് മാത്രമല്ല സാർ, ഇവിടെ ഒരുപാട് മൈഗ്രേറ്റ്സിനെ ഇറക്കിയിട്ടുണ്ട്. ബംഗാളികൾ എന്ന പേരിലാണ് പൊതുവെ അന്യ സംസ്ഥാന തൊഴിലാളികൾ അറിയപ്പെടുന്നതെങ്കിലും പല നാടുകളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവര്, അവരെയൊക്കെയും അവരുടെ കോളനികൾ അവർ തിങ്ങിക്കൂടുന്ന പണിക്ക് കൊണ്ടുവരുന്നവരാണ്. അവരുടെയൊക്കെ ഏരിയകളിൽ പോയി അവരുടെ എണ്ണം എടുത്ത് അവർക്ക് ഫൈലേറിയ ടെസ്റ്റ്, അവർക്ക് അതുപോലെ പല പല ടെസ്റ്റുകൾ, മലേറിയ, മന്ത്, അങ്ങ് നമ്മളിങ്ങനെ ഓരോ ടെസ്റ്റുകൾ നടത്തി കണ്ടുപിടിച്ച് അവരുടെ വിവരങ്ങൾ ഇവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് അപ്പം നിന്ന് പൈസ ഇല്ല സാർ. അതൊക്കെ വെക്ടർ കൺട്രോളിന്റെ ആൾക്കാർക്കാണ് കാശുള്ളത്. ഈ കഴിഞ്ഞ കാലത്ത് ഒരു 6 മാസം മുമ്പ് 3 ദിവസമാണ് രാവും പകലും ഇതിനു വേണ്ടി ഞാൻ എന്റെ സമയം ചെലവഴിച്ചത്. എനിക്ക് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അതിന് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഇല്ല, ഇൻസെന്റീവ് ഇല്ല. അത് ഞങ്ങൾ പ്രത്യേകം കണ്ടുപിടിച്ചുകൊണ്ട് കൊടുത്താലേ ഉള്ളൂ. അത് എത്രയാണെന്ന് അറിയാമോ സാർ? 10-15 രൂപയാണ് കിട്ടുന്നത്. അതൊക്കെയാണ് കുറഞ്ഞ ഇൻസെന്റീവുകളാണ്. അപ്പൊ ഇതൊക്കെ വളരെ ഇങ്ങനെ അധ്വാനിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എഴുതി തീരുന്നതിന് മുമ്പ് അടുത്തത് കൊടുക്കാൻ പറയും. ഇപ്പൊ TBയുടെ സർവേ, അത് 100 ദിന കർമ്മ പരിപാടിയാണ്. അത് തീർന്നു വരുമ്പോൾ വേണം അതിനടുത്ത് ലെപ്രസിയുടെ സർവേ വന്നത്. എന്നിട്ട് ചൈലി ആപ്പ് 2ാം ഘട്ടം വന്നു. ആ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഞാനിപ്പോ UPHSCയിലെ ആശയമായതുകൊണ്ട് ഞങ്ങൾക്ക് 2ാം ഘട്ടം ആണ് ചെയ്തു തുടങ്ങിയത്. 1ാം ഘട്ടം പഞ്ചായത്ത് ഏരിയകളിലായിരുന്നു. അന്നേരം തന്നെ അവർ 64 ഇനം ചോദ്യങ്ങളാണ്. ക്യാൻസർ, അതുപോലെ മദ്യപിക്കുന്നവര്, പുകവലിക്കുന്നവര്, പലതരം രോഗങ്ങളുള്ളവര്, ഇങ്ങനെ എന്തെല്ലാം അസുഖങ്ങളുണ്ടോ അതെല്ലാം ഓരോ ഫോൺ തിരിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ ശേഖരിച്ച് എഴുതി റിപ്പോർട്ടാക്കി മാറ്റി വെക്കണം. എന്തൊരു കഷ്ടപ്പാടാണെന്ന് അറിയാമോ? എന്നാൽ അതിനുള്ള പ്രതിഫലമുണ്ടോ? ഇല്ല. വളരെ എന്തായാലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായി. നിങ്ങൾ കടന്നു പോകുന്ന ദുരിത പർവ്വങ്ങൾ അത് പ്രേക്ഷകർക്കും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ പൊതുസമൂഹം നിങ്ങൾക്ക് നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അവകാശങ്ങളെ അത് സർക്കാർ തന്നെ സംരക്ഷിക്കണം എന്ന മുറവിളി കൂട്ടുന്നവരിൽ പൊതുസമൂഹത്തിലെ വലിയൊരു വിഭാഗം ഉണ്ട്. അതുകൊണ്ട് യെസ് എനിക്ക് ചർച്ച അവസാനിപ്പിക്കാൻ സമയമായി. അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശാലിനി, നമുക്ക് ഇനിയും സംസാരിക്കാം. എന്തായാലും ഈ സമരത്തിന് അടിയന്തരമായിട്ടൊരു പരിഹാരം ഉണ്ടാവണം. അതിന് സംസ്ഥാന സർക്കാർ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത്. കള്ളം പറയുന്നവർ ആരായാലും ഒരു കാര്യം മനസ്സിലാക്കുക, കടുത്ത ബുദ്ധിമുട്ടിലാണ്, ദുരിതത്തിലാണ് ആശാ വർക്കർമാർ ഉള്ളത്. അവർ സ്ത്രീകളാണ്. കഴിഞ്ഞ 32 ദിവസങ്ങളായി ഭരണസിരാകേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തുന്നത് സ്ത്രീകളാണ്. ആ പരിഗണന വെച്ചെങ്കിലും അവരുമായി ഒരു ചർച്ചയ്ക്ക് അടിയന്തരമായും സർക്കാർ തയ്യാറാവണം. ഏറ്റവും ചുരുങ്ങിയ പക്ഷം വനിതയായ ആരോഗ്യമന്ത്രിയെങ്കിലും അവരെ നേരിട്ട് ചെന്ന് കാണണം. അവരുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാക്കണം.